ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്ട്രോബെറി ഫ്യൂഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും, മുറുക്കാണ്. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന സാധനമാണ്. പക്ഷേ ഇതിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ട്, അത് വഴിയെ പറയാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി തുടങ്ങാം. ആദ്യം വേണ്ടത് 2 കപ്പ് പൊടിയാണ്, അരിപ്പൊടി. നമ്മൾ പച്ചരിപ്പൊടിയില്ലേ, നൂൽപുട്ട് പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ പൊടി 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി, ഇത് കളറിന് വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ്, നിർബന്ധമില്ല. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ചെറിയ ജീരകം. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ്. ഇതിനെ നമുക്കൊന്ന് കുക്കറിലിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യൂലേ, അതേപോലെ. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്, വേവിച്ചെടുത്തതാണ്. കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇതിനെ നല്ലപോലെ അടിച്ചെടുക്കണം. അതായത് ഇപ്പോൾ നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മൾ നേരത്തെ പൊടിയിലേക്ക് മാറ്റി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമ്മൾ മുറുക്കിൻ്റെ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. ഏകദേശം നമുക്ക് 1 കപ്പ് വെള്ളം വേണ്ടി വരും. ഇനി നമുക്ക് നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ പാത്രം ഉണ്ടല്ലോ, എന്താ പറയുക, സേവനാഴി, അതെടുത്തിട്ട് മുറുക്കിൻ്റെ സിംഗിളായിട്ടുള്ള അച്ച് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാം അതിൻ്റെ കോല്, ആ പാത്രം, അച്ചെല്ലാം നമുക്ക് ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാവ് ഇടുമ്പോൾ അത് പ്രസ് ചെയ്യുമ്പോൾ സ്റ്റിക്കായി പോകാതിരിക്കാനാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ മുറുക്കിൻ്റെ മിക്സ് ഇതിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ആദ്യം ജസ്റ്റ് നിങ്ങളൊന്ന് എണ്ണയിലൊക്കെ ഇടുന്നതിന് മുമ്പ് ആദ്യം ഇങ്ങനെ കറക്കി നോക്കുക, ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ പൊട്ടാതെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാവ് കറക്റ്റ് പരുവാണ്. പൊട്ടിപ്പോവാണെങ്കിൽ നമ്മളെ മാവിൽ വെള്ളം കുറവാണ്. ഓക്കെ. ഇനിയൊരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഒരു എണ്ണ തടവ പ്ലേറ്റോ അല്ലെങ്കിൽ വാഴൻ്റെ ഇലയിലോ നമുക്ക് ഇതേപോലെ ഇങ്ങനെ റൗണ്ടിൽ, ഞാനിപ്പോൾ റൗണ്ടിൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതേപോലെ ചെയ്തെടുക്കാം. ഏത് ഷേപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടം അതേപോലെ ചെയ്യാം. ഈ സേവനാഴി കയ്യിലില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പൈപ്പിംഗ് ബാഗ് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടും ഇതേപോലെ നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് മുറുക്കിൻ്റെ. ഇത് എണ്ണയിലിട്ടിട്ട് 2 സൈഡ് നല്ലപോലെ നമുക്ക് ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ലോ ഫ്ലെയിമിലാകുമ്പോൾ ഒരുപാട് എണ്ണ കുടിച്ചു പോകും, ഹൈ ഫ്ലെയിം ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഇതേപോലെ ഡയറക്റ്റ് കുറച്ച് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ആ സെയിം അച്ച് വെച്ചിട്ട് തന്നെ ഇതേപോലെ റൗണ്ട് ഷേപ്പൊന്നും അല്ലാതെ ജസ്റ്റ് ഒന്ന് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ വേണമെങ്കിൽ ചെയ്യാം. ഇത് നമ്മൾ സാധാരണ നുറുക്കുന്ന നല്ല ടേസ്റ്റ്, നല്ല ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ കമൻസും. താങ്ക് യു. ബൈ.